പീഡിയാട്രിക് നെഫ്രോളജിയെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റ് ഇൻ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ അനിൽ മാത്യു സാറാണ്. ഹായ് സർ, വെൽക്കം ടു അവർ ഷോ. നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഡൗട്ട്സും കമൻസൊക്കെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ചോദിച്ചു തുടങ്ങാമല്ലോ? തീർച്ചയായും. ഓക്കെ, ഈ കുട്ടികളിലെ വൃക്കരോഗങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വൃക്കരോഗങ്ങളെ പറ്റി സാധാരണ മുതിർന്നവരിലെ കാരണങ്ങളായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പ്രമേഹം, രക്തസമ്മർദ്ദം കൂടുക, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവയൊക്കെയാണ്. പക്ഷേ കുട്ടികളിൽ ഈ കാരണങ്ങൾ കുറേ വ്യത്യസ്തമാണ്. കുട്ടികളിൽ ജന്മനാ ഉള്ള കിഡ്നിയുടെയും മൂത്രനാളിയിലെയും വരുന്ന അപാകതകൾ, കാക്കുട്ട് എന്ന് പറയും, കൺജനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട്. പിന്നെ കുറേ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ചില ഡിസോർഡേഴ്സ്, സിസ്റ്റുകൾ കൂടുതൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസസ്, ചില ആൽപോർട്ട് സിൻഡ്രോം എന്ന് തുടങ്ങിയ കുറേ അസുഖങ്ങൾ, അതൊക്കെ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇൻഫെക്ഷനുകളെ തുടർന്ന് വരുന്ന ചില അസുഖങ്ങളുണ്ട്. അതിൽ ഹീമോലൈറ്റിക് യുറേമിക് സിൻഡ്രോം, അങ്ങനെ HUS എന്ന് പറയുന്ന ഒരു പ്രധാന കാരണമാണ്. നെഫ്രോട്ടിക് സിൻഡ്രോമിലെ ഒരു ചെറിയ ഉപവിഭാഗം, അതായത് സ്റ്റിറോയിഡ് എടുത്തിട്ടും റെസ്പോണ്ട് ചെയ്യാത്ത സ്റ്റിറോയിഡ് റെസിസ്റ്റൻറ്റ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഇങ്ങനെ ഒക്കെയാണ് പ്രധാനമായ കാരണങ്ങൾ. ചിലപ്പോൾ സെക്കൻഡറി റീനൽ പ്രോബ്ലം, അതായത് മറ്റ് അവയവ സിസ്റ്റംസിനെ ബാധിക്കുന്ന പ്രോബ്ലങ്ങളുടെ ഭാഗമായിട്ട് കിഡ്നിയിൽ വരുന്ന പ്രവർത്തനക്കുറവ്, ഉദാഹരണത്തിന് SLE. അപ്പോൾ ഇതൊക്കെയാണ് കിഡ്നിയിൽ വരുന്ന കുട്ടികളിൽ കിഡ്നിയുടേതായ സ്ഥായിയായ പ്രവർത്തനക്കുറവ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കിഡ്നി ഡിസീസിനെ കുട്ടികളിൽ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ വളരെ ആദ്യ ദശയിൽ തന്നെ, അതായത് ഗർഭകാലത്തിലെ പരിശോധന, ഗർഭകാലത്തെ സ്കാനിങ്ങുകളൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. അപ്പോൾ ആ സമയത്ത് ഫ്ലൂയിഡിൻ്റെ അളവിൽ എന്തെങ്കിലും കുറവ് കാണുക, അല്ലെങ്കിൽ കിഡ്നിയിലെ മൂത്രം തങ്ങി നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ കിഡ്നിയുടെ വലിപ്പത്തിലോ സ്ഥാനത്തിലോ ഒക്കെ വ്യത്യാസങ്ങളായിട്ടൊക്കെ കാണുന്ന കാര്യങ്ങൾക്ക് അതിന് ഒരു വേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എത്രത്തോളമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അത് കിഡ്നിയുടെ കൂടുതൽ പ്രവർത്തനക്കുറവിലേക്ക് പലപ്പോഴും പോകാതിരിക്കാൻ സഹായിക്കും. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് അടിക്കടി വരുന്ന കുട്ടികളിൽ അത് വരാനുള്ള റിസ്ക് ഫാക്ടർ എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക, അത് കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുക. ഇൻഫെക്ഷൻസ് വരുമ്പോൾ അതിന് വേണ്ട അളവിൽ വേണ്ടത്ര കാലം ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്ത് കഴിയുന്നതും ആ ഇൻഫെക്ഷനെ തൂത്ത് മാറ്റിയെടുക്കുക. തീർച്ചയായും കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് ക്യൂറിലേക്ക് പോവുക. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുക. പിന്നെ ഒരു ഏർലി സസ്പീഷൻ, അതായത് യൂറിനിൽ പ്രോട്ടീൻ്റെ അംശം വല്ലതും തുടർച്ചയായി കാണപ്പെടുന്നുണ്ടോ, ഇടയ്ക്ക് ബ്ലഡ് പ്രഷർ നോക്കി പ്രഷർ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ് കിഡ്നിയുടെ പ്രവർത്തനം അറിയുന്ന ടെസ്റ്റ് നോക്കി അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത്. അങ്ങനെ തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഗ്രഷൻ തടയത്തക്ക രീതിയിൽ പല മുൻകരുതലുകളും നമുക്ക് എടുക്കാനും സാധിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ജനിക്കുന്ന അവസ്ഥയിൽ തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും വലിപ്പക്കുറവ് അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് കൂടുതൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതെന്ന്. ഇപ്പോൾ ജനിക്കുന്ന സമയത്തൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ വളർന്ന് അതൊരു 2, 3 അല്ലെങ്കിൽ 4, 5 വയസ്സ്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന ഒരു പ്രായം ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള അവസ്ഥ, ആ സമയത്ത് ഇത് ഇങ്ങനത്തെ അവസ്ഥ വരുമോ? ജന്മന തന്നെയുള്ള പ്രശ്നങ്ങൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ ജനന സമയത്ത് അത് വളരെ വ്യക്തതയോടെ അറിയപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ഒരു കുട്ടിയിലൊക്കെ പിന്നീട് നമ്മൾ സ്കാനൊക്കെ നോക്കുമ്പോഴായിരിക്കും
ഒരു പ്രശ്നം, ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി, ഘടനാപരമായ ഒരു പ്രശ്നം കിഡ്നിയിലുണ്ട്, അല്ലെങ്കിൽ മൂത്രം തങ്ങി നിൽക്കുന്നു, അതല്ലെങ്കിൽ ഒരു MCU ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം വൃക്കകളിലേക്ക് തിരിച്ചു കയറുന്ന ഒരു റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കാര്യം കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും കാണാം. പിന്നെ നമ്മൾ നേരത്തെ കാരണങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, അത് ഏത് സമയത്തും വരാം. ഇപ്പം ചില സമയത്ത് കുട്ടികൾക്കൊക്കെ പനി വരും. അപ്പോൾ പനിയുടെ ഭാഗമായിട്ടാണ് ഈ ഇൻഫെക്ഷൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മാതാപിതാക്കൾ കൂടുതൽ ഇതിന് ശ്രദ്ധ കൊടുക്കാറില്ല. ഇപ്പോൾ പനി വരുമ്പോൾ കുട്ടിക്ക് ഓൾറെഡി ബോഡി ടെമ്പറേച്ചർ കൂടി ഇൻഫെക്ഷൻ വരുമ്പോൾ അത് കൂടുതലായിട്ട്, അതായത് പനിയുടെ ചികിത്സിച്ചാലും ഈ യൂറിനറി ഇൻഫെക്ഷന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിട്ടില്ല. പലപ്പോഴും പനി എന്ന് പറയുന്നത് ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ, ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. പല കാരണങ്ങളിലും അത് വരാമല്ലോ, ഇൻഫെക്ഷനിലും മറ്റ് പല ഇൻഫ്ലമേഷൻ, പല കാരണങ്ങളിൽ പനി വരാം. അപ്പോൾ എല്ലായ്പ്പോഴും പനി വരുമ്പോൾ അത് യൂറിനറി ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രീഡിസ്പോസിഷൻ ഉള്ള ഒരു കുഞ്ഞിലാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ള ഒരു സസ്പീഷൻ ഉണ്ടാകേണ്ടത്. അപ്പോൾ പനി വരികയാണെങ്കിൽ മറ്റു കാരണങ്ങളൊന്നും പനിക്ക് ഇല്ല, അതായത് റെസ്പിറേറ്ററി സിംറ്റംസ് ഇല്ല, വയറുമായിട്ട് ബന്ധപ്പെട്ട ഡയറിയോ അങ്ങനെ ഒന്നുമില്ല, മറ്റ് ഒരു സ്ഥലത്തും ഒരു ഇൻഫെക്ഷൻ്റെ എവിഡൻസ് ഒരു ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പനിക്ക് മറ്റു കാരണങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു കുട്ടിയിൽ എന്തെങ്കിലും യൂറിനറി സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത്, അതായത് തെരുതെരെ യൂറിൻ പോകണം എന്നുള്ള ഒരു തോന്നൽ, മോർ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുഞ്ഞിനൊരു ബേണിംഗ് സെൻസേഷനോ ഒരു പെയിനോ, അല്ലെങ്കിൽ കരയുന്നു കുഞ്ഞ്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നേരത്തെ കിടന്ന് മൂത്രം ഒഴിക്കുന്ന ശീലമൊക്കെ മാറിയ ഒരു കുഞ്ഞ് വീണ്ടും കിടന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് പോവുക, അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ യൂറിനറി ഇൻഫെക്ഷനാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് സിംറ്റംസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം. ഒപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്ത് യൂറിനിൽ പയൂറിയ, അതായത് പസ്സൽസ് കൂടുതലായിട്ട്, പസ്സൽസ് ഒന്നോ രണ്ടോ കണ്ടാൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല, യൂഷ്വലി 5-ൽ കൂടുതൽ പസ്സൽസ് ഒരു ഹൈ പവർ ഫീൽഡിലുണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടിൽ വരുമ്പോഴാണ് നമ്മൾ അതിന് സിഗ്നിഫിക്കൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ബാക്ടീരിയ, കാര്യമായ അളവിൽ ബാക്ടീരിയ യൂറിനിലുണ്ടെന്ന് ഒരു യൂറിൻ റൂട്ടീൻ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ള സസ്പീഷൻ കുറേ കൂടി സ്ട്രോങ് ആകുകയാണ്. പക്ഷേ ഒരു 100% ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു യൂറിൻ കൾച്ചർ കൂടി ചെയ്യണം. യൂറിൻ കൾച്ചറിലും എന്തെങ്കിലും ഒരു അണുബാധ കൃത്യമായി വളർന്നു വരികയാണെങ്കിൽ, ഓക്കെ, സിംറ്റംസ്, യൂറിൻ റൂട്ടീൻ ആൻഡ് യൂറിൻ കൾച്ചർ, ഇത് മൂന്നും ചേരുമ്പോഴാണ് നമുക്ക് ഓക്കെ ഈ കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അവന് അടുപ്പിച്ചടുപ്പിച്ച് യൂറിനറി ഇൻഫെക്ഷൻ വരും, പക്ഷേ അത് പലപ്പോഴും ഒരു നോൺ സ്പെസിഫിക് ആയി എപ്പോഴെങ്കിലും ഒരു പനി വന്ന് കാണും. പനിക്ക് കൃത്യമായ വേറൊരു കാരണം ചിലപ്പോൾ പറയാൻ പറ്റിയിരിക്കില്ല. പക്ഷേ ആ സമയത്തൊന്ന് യൂറിൻ നോക്കിയപ്പോൾ യൂറിനിൽ 2 പസ്സൽസ് കണ്ടു, അല്ലെങ്കിൽ 3 പസ്സൽസ് കണ്ടു. പലപ്പോഴും യൂറിനൽ പസ്സൽസ് കണ്ടാൽ ഉടനെ മൂത്രത്തിൽ പഴുപ്പാണ്, പനിക്ക് ഇതാണ് കാരണം, ബ്ലൈൻഡായിട്ട് ഒരു ആൻറ്റിബയോട്ടിക് എടുക്കുന്നു. പലപ്പോഴും അതിനെ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങ് ബ്രാൻഡ് ചെയ്ത് പോകും. പക്ഷേ അങ്ങനെ എല്ലാ സിറ്റുവേഷനിലും വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം ഒരു പ്രോപ്പറായി കുഞ്ഞിൻ്റെ സിംറ്റംസും യൂറിൻ റൂട്ടീനും യൂറിൻ കൾച്ചറും ഇത് എല്ലാം കൂടി കോറിലേറ്റ് ചെയ്ത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ്. കാര്യം ഓരോ തവണയും യൂറിനറി ഇൻഫെക്ഷൻ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ അടിക്കടി ഇത് വരികയാണെങ്കിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിൻ്റെ കാരണം അന്വേഷിച്ച് നമുക്ക് പോകണം, അത് ഇനിയും വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികളിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുമോ? ഡയാലിസിസിൻ്റെ ആവശ്യം ഏത് രോഗിയിലാണ്, മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും ഡയാലിസിസിൻ്റെ ആവശ്യം വരുന്നത് ഒരു 85-90% കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അതായത് ഒരു സ്റ്റേജ് 4 CKD എന്ന് പറയും. ഒരു 15% താഴെയായിട്ട് GFR വരുമ്പോഴാണ് നമുക്ക് ഡയാലിസിസ് ആവശ്യമായിട്ട് വരുന്നത്. മുതിർന്നവരിൽ അങ്ങനെ ഒരു കിഡ്നിയുടെ പ്രവർത്തനക്കുറവ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഹീമോഡയാലിസിസ്, ബ്ലഡിൻ്റെ ഡയാലിസിസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് ഒരു മെഷീനിലേക്ക് അയച്ച് ആ മെഷീനിലെ ഒരു ആർട്ടിഫിഷ്യൽ ഫിൽറ്ററിൽ കൂടി ആ മെഷീൻ കടന്നു പോകുമ്പോൾ അത് പ്യൂരിഫൈഡ് ആയിട്ട് നമുക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഹീമോഡയാലിസിസ്
അത് കുറച്ചൊരു സങ്കീർണത അതിന് ഉണ്ട്. കുട്ടികളിൽ ഈ ഒരു ഹീമോഡയാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കുറേ കൂടി സങ്കീർണതയുണ്ട്. തീർത്തും ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളുടെ, വളരെ ചെറിയ കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ അതിന് തീർത്തും പറ്റില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ സങ്കീർണതകൾ കൂടുതലാണ്. കാരണം ഈ കുട്ടികളിൽ ഈ നമുക്ക് ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് മെഷീനിലേക്ക് അയക്കാനുള്ളതും തിരിച്ചു കൊടുക്കാനുള്ള ഒരു വാസ്കുലർ ആക്സസ് വേണം. അത് ക്രിയേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. സെൻട്രൽ ലൈനിൽ കൂടിയൊക്കെ ആവും പലപ്പോഴും എടുക്കേണ്ടി വരിക. മുതിർന്നവരിൽ ചെയ്യുന്നത് പോലെ ഒരു AV ഫിസ്റ്റുല എന്ന് ഈ വെയിനുകൾ ബലപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന സർജറി, അതൊന്നും ചെറിയ കുട്ടികളിൽ അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല. പിന്നെ മുതിർന്നവരിലെ പോലെ ഈ ഹീമോ ഡയലൈസർ, ബ്ലഡിൻ്റെ ട്യൂബിങ്സ്, അപ്പോൾ അങ്ങനെ ഹീമോഡയാലിസിന് വേണ്ട സജ്ജീകരണങ്ങൾ കുട്ടികളുടെ സൈസിലുള്ള അതിന് ചേരുന്നവ വേണം. അത് ഈസിലി അവൈലബിൾ അല്ല എല്ലായ്പ്പോഴും. ഈ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ ബ്ലഡ് പ്രഷറിലും ഒക്കെ വരുമ്പോൾ കുട്ടികളിൽ അത് കുറച്ചും കൂടി ഹീമോഡൈനാമിക് ഇൻസ്റ്റെബിലിറ്റി, അപൂർവമായി സീഷേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഹീമോഡയാലിസിസ് ചെറിയ കുട്ടികളിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടികളിൽ കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് പെരിട്ടോണിയൽ ഡയാലിസിസ് ആണ്. അത് അവരുടെ വയറിനുള്ളിലുള്ള ക്യാവിറ്റി, പെരിട്ടോണിയൽ ക്യാവിറ്റി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പെരിട്ടോണിയൽ ക്യാവിറ്റിക്ക് ചുറ്റുമുള്ള രക്തക്കുഴലുകളിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വേസ്റ്റ് ഈ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന ഒരു ഫ്ലൂയിഡിലേക്ക് വലിച്ചെടുക്കുക. വേസ്റ്റ് വലിച്ചെടുക്കുക, എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് വലിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു ചികിത്സാ മാർഗമാണ് ഈ പെരിട്ടോണിയൽ ഡയാലിസിസ്. അത് കുറച്ചും കൂടി ഫിസിയോളജിക്കലാണ്, കുറച്ചും കൂടി കണ്ടിന്യൂസ് ആയി നടക്കുന്ന, റിലേറ്റീവ്ലി ടെക്നിക്കലി സിമ്പിൾ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികളിൽ ഇത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് അവരുടെ ഈ ശരീരഭാരത്തിന് ആനുപാതികമായി ഈ പെരിട്ടോണിയൽ പെരിട്ടോണിയൽ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ ഒക്കെ കൂടുതലായതുകൊണ്ട് ഇത് കുറച്ചും കൂടി മുതിർന്നവരിലേക്കാളും എഫക്റ്റീവായിട്ട് നമ്മൾ കുട്ടികളിൽ കാണാറുണ്ട്. ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹീമോഡയാലിസിസിനേക്കാളും കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ ചികിത്സയായിട്ട് പെരിട്ടോൺ ഡയാലിസിസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പെരിട്ടോൺ ഡയാലിസിസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് 100% ഒരു പ്രെഡിക്റ്റബിൾ അല്ല. അതിൻ്റെ എത്രത്തോളം ഫ്ലൂയിഡ് എടുക്കണം. നമുക്ക് ഹീമോഡയാലിസിസിലാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ പേഷ്യൻറ്റിൽ നിന്ന് നമുക്ക് 1.5 ലിറ്റർ ഫ്ലൂയിഡ് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യണം. അങ്ങനെ നമുക്ക് കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫ്ലൂയിഡ് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ പെരിട്ടോൺ ഡയാലിസിൽ അത്ര കൃത്യമല്ല. നമുക്ക് ആ ഫ്ലൂയിഡ് വരുന്നത് അത് അതിനനുസരിച്ചിട്ട് ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷനൊക്കെ മാറ്റി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് പെരിട്ടോൺ ഡയാലിസിസ് ആൻഡ് പെരിട്ടോൺ ഡയാലിസിസിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് ഈവൻ മുതിർന്നവരുടെ കാര്യത്തിൽ പോലും അത് ബാധകമാണ്. നമുക്ക് ഡയറ്റിലൊക്കെ കുറേ കൂടി ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റും. അത്ര സ്ട്രിക്റ്റ് ഡയറ്റ് എന്ന് വെച്ചാൽ പൊട്ടാസ്യം കലർന്ന ഭക്ഷണം, ഇപ്പോൾ പെരിട്ടോൺ ഡയാലിസിസിൽ നമ്മൾ എന്തെങ്കിലും ഒരു പൊട്ടാസ്യം കലർന്ന ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും ഈ പെരിട്ടോൺ ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾ നീളുന്ന ഒരു ചികിത്സയാണ്. അപ്പോൾ അതിന് ഇടയ്ക്ക് പൊട്ടാസ്യം അധികം ഉള്ളത് ഈ പെരിട്ടോൺ ഡയാലിസിൽ അങ്ങ് റിമൂവ്ഡ് ആയി പോകും. അപ്പോൾ കുറച്ചും കൂടി ഡയറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് വെള്ളം കൂടുതൽ കുടിച്ചാൽ പോലും അധികം പ്രശ്നം പെരിട്ടോൺ ഡയാലിസിസ് വരില്ല. പക്ഷേ ഹീമോ ഡയാലിസിസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വളരെ ഒരു കൺട്രോൾ ആവശ്യം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കുട്ടികളെ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് എത്രത്തോളം എളുപ്പമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 85-90% കിഡ്നിയുടെ പ്രവർത്തനക്കുറവ് വരുമ്പോഴാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്, എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗിക്ക് ഉള്ള ഓപ്ഷൻസിൽ 2 പ്രധാന ഓപ്ഷൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ, ഒന്ന് ഹീമോഡയാലിസിസ്, 2 പെരിട്ടോണിയൽ ഡയാലിസിസ് ആണ്. 3ാമത്തെ ഓപ്ഷനാണ് ഈ റീനൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. മുതിർന്നവരുടെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി സങ്കീർണമാണ് കാര്യങ്ങൾ. നമുക്ക് ഈ കിഡ്നിയുടെ പ്രവർത്തനക്കുറവിനുള്ള കാരണങ്ങൾ നമ്മൾ ആദ്യമേ സംസാരിച്ചല്ലോ. അപ്പോൾ അതിലൊരു പ്രധാന ഭാഗം ജന്മന ഉള്ള കിഡ്നിയിലും മൂത്രനാളിയിലും മൂത്രസഞ്ചിയിലും ഒക്കെയുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു
കുട്ടിയിൽ നമ്മളൊരു സ്ഥായിയായ വൃക്കസ്തംഭനം വന്നിട്ട് കിഡ്നി നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മൾ കിഡ്നി മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. ഇപ്പം ഡിഫക്റ്റീവായിട്ടുള്ള മൂത്രസഞ്ചിയോ മൂത്രനാളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റി വെക്കുന്നില്ല. അപ്പോൾ കിഡ്നി മാറ്റി വെക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ധാരാളമായിട്ട് മൂത്രം ഉണ്ടാകും ട്രാൻസ്പ്ലാന്റേഷന് ശേഷം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന യൂറിൻ തടസ്സമില്ലാതെ ഡ്രെയിനേജായി പോകാൻ ഉള്ള വഴികളും കൂടി നമ്മൾ അതിനുള്ള കറക്ഷൻസ് നമ്മൾ നേരത്തെ ചെയ്തു വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്രം തങ്ങി നിൽക്കാം, റെക്കറൻ്റായി യൂറിനറി ഇൻഫെക്ഷൻ വരാം. അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ഈ മാറ്റിവെച്ച കിഡ്നിയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലാഡറിൻ്റെ അല്ലെങ്കിൽ മൂത്രനാളിയിലെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്യുക. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളിൽ അത് പലപ്പോഴും കുഞ്ഞുങ്ങളിലെ റീനൽ ട്രാൻസ്പ്ലാന്റേഷന് ഒരു തടസ്സം പോലെ ആകാറുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് തന്നെ പ്രധാനമായും രക്തക്കൊഴലുകളുടെ സർജറിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊരു മാറ്റിവെക്കുന്ന കിഡ്നി, അതിൻ്റെ രക്തക്കൊഴലുകളും ഈ സ്വീകർത്താവായ അതായത് റെസിപ്പിയൻ്റ് ആയ ചെറിയ ഒരു കുട്ടിയുടെ രക്തക്കൊഴലുകൾ, ഈ രക്തക്കൊഴലുകൾ തമ്മിൽ തുന്നിപ്പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ രക്തക്കൊഴലുകൾ എത്രത്തോളം ചെറുതായിരിക്കുന്നോ അത്രത്തോളം സങ്കീർണത കൂടുകയാണ് ഓരോ ട്രാൻസ്പ്ലാന്റേഷനിൽ, ഓരോ പീഡിയാട്രിക് ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേക വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ആ വൈദഗ്ധ്യമുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിന് മാത്രമേ ഒരു പീഡിയാട്രിക് ട്രാൻസ്പ്ലാന്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചെറിയ രക്തക്കൊഴലുകളിൽ പലപ്പോഴും ഈ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. രക്തക്കൊഴലുകൾ തുന്നിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത. അങ്ങനെ മുതിർന്നവരുടെ ട്രാൻസ്പ്ലാന്റേഷനേക്കാളും ഈ ത്രോംബോസിസ്, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത, അങ്ങനെ കിഡ്നി മാറ്റിവെക്കുന്ന കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുപോലെ ചില തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നമ്മൾ ഇമ്മ്യൂണോസപ്രസീവ് മെഡിക്കേഷൻസ് ലൈഫ് ലോങ് കഴിക്കണമല്ലോ ഓരോ ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻ്റ് നമ്മൾ ഈ മാറ്റിവെച്ച കിഡ്നി റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ചില തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് കൂടുതലായി കുട്ടികളിൽ കാണുന്നുണ്ട് മുതിർന്നവരെക്കാളിലും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നോക്കിയാലും ഈ കുട്ടികളിലെ ട്രാൻസ്പ്ലാന്റേഷൻ മുതിർന്നവരിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സങ്കീർണമാണ്. പിന്നെ നമുക്ക് സ്ഥായിയായ ഒരു വൃക്കസ്തംഭനം വരുമ്പോൾ അതിന് പലപ്പോഴും ഒരു നീണ്ടു നിൽക്കുന്ന പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷനെ കാണുന്നത്. പക്ഷേ റീനൽ ട്രാൻസ്പ്ലാന്റേഷനും അതിൻ്റേതായ പരിമിതികൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ആവറേജ് സർവൈവൽ, നമ്മളൊരു കിഡ്നി മാറ്റി വെക്കുന്നതിൻ്റെ ആവറേജ് സർവൈവൽ വേൾഡ് ഓവർ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്പ്ലാന്റ് സെൻറ്റേഴ്സിൽ പോലും ഏകദേശം ഒരു 15 വർഷം, അത് ആവറേജ് ആണ്. ചിലപ്പോൾ ചിലരിൽ 30 വർഷമോ അതിലപ്പുറമോ സർവൈവ് ചെയ്യുന്നുണ്ടാവാം, ചിലരിൽ 3 വർഷത്തിൽ താഴെ 3 വർഷം വരെ പോലും സർവൈവ് ചെയ്യാത്തവരും ഉണ്ടാവാം. അപ്പോൾ ഈ ആവറേജ് ഇത്രയാണെങ്കിൽ നോക്കൂ, ഒരു കുട്ടിയുടെ ജീവിതകാലത്തിൽ ചിലപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് മതിയായെന്ന് വരില്ല. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ട്രാൻസ്പ്ലാന്റോ അതിനുശേഷം ഒരു തേർഡ് ട്രാൻസ്പ്ലാന്റോ ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷേ നമുക്കിപ്പോൾ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ചികിത്സാ സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് ഈ ഗ്രാഫ്റ്റ് സർവൈവൽ ഇതൊക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്തേക്കാം. അടുത്ത 10-20 വർഷങ്ങളിൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ചിലപ്പോൾ ആ സമയത്ത് അതൊരു അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യം ആയിരിക്കണം എന്നില്ല. പക്ഷെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മുതിർന്നവരെ അപേക്ഷിച്ച് പീഡിയാട്രിക് ട്രാൻസ്പ്ലാന്റ്സ് കുറെ കൂടി സങ്കീർണതയും കുറെ കൂടി ശ്രദ്ധയോടെയും ചെയ്യേണ്ടതും അതിൻ്റെ ഫോളോ അപ്പും കുറെ കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വെസ്റ്റേൺ ലിറ്ററേച്ചറിലുമൊക്കെ പീഡിയാട്രിക് ട്രാൻസ്പ്ലാന്റേഷനിൽ പറയുന്ന ഒരു മേജർ ലിമിറ്റേഷൻ ഈ മരുന്നുകൾ തുടരാനുള്ള ഒരു വൈമുഖ്യം പല ഘട്ടങ്ങളിലും പ്രായക്കാരായിട്ടുള്ള റെസിപ്പിയൻസിലൊക്കെ പലപ്പോഴും കാണാറ്, കുട്ടികളിലെ ഒരു നോൺ കംപ്ലയൻസ്. പക്ഷേ ഫോർ സം റീസൺ നമ്മുടെ നാട്ടിൽ അത് അത്ര കോമൺ അല്ല. കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പേരൻസിൻ്റെ ഒരു കൺട്രോൾ കുറെ കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ വൺസ് ഇൻ എ വൈൽ നമുക്കും അത് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ടെൻഷനാണ്. ഈ ഹൈപ്പർ ടെൻഷനും യൂറിനറി ഇൻഫെക്ഷനും ഇതെല്ലാം കൂടി കിഡ്നി ഫെയിലിയറിന് ഒരു കാരണമാണോ? BP കൂടുക എന്നുള്ളത്, ഹൈപ്പർ ടെൻഷൻ കിഡ്നി ഡിസീസിൻ്റെ ഒരു കാരണമാണ്, പ്രത്യേകിച്ച് മുതിർന്നവരിൽ. കുട്ടികളിൽ
BP കൂടിയത് കൊണ്ട് മാത്രം ഒരു കിഡ്നിയുടെ പ്രവർത്തനക്കുറവ് എന്നുള്ളതിനേക്കാളും മറ്റെന്തെങ്കിലും കാരണത്താൽ കിഡ്നിയുടെ ഒരു പ്രവർത്തനക്കുറവ് ഉള്ളവരിൽ BPയും കൂടെ കൂടി നിൽക്കുമ്പോൾ ഈ CKD, അതായത് ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ പ്രോഗ്രഷൻ അത് കാരണമാകും. അപ്പോൾ അതൊരു റാദർ എ മാനിഫെസ്റ്റേഷൻ. പക്ഷെ മുതിർന്നവരിൽ ഹൈപ്പർ ടെൻഷൻ BP കൂടിയത് കൊണ്ട് മാത്രം കിഡ്നിക്ക് പ്രവർത്തനക്കുറവ് വരാം. ഹൈപ്പർ ടെൻഷനും അതായത് BPയും കിഡ്നി ഡിസീസും BP കൂടുന്നതുകൊണ്ട് കിഡ്നി ഡിസീസ് വരാം, കിഡ്നി ഡിസീസിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് BPയും വരാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് ഘടകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. അപ്പോൾ കുട്ടികളിൽ ഈ BP കൂടുതലുണ്ടോ പ്രാക്ടിക്കലി തന്നെ അതിന് പലപ്പോഴും ഒന്ന് മെഷർ ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ടിയാണ്. യൂഷ്വലി ചെറിയ കുട്ടികളാണ് പലപ്പോഴും അൺകോപ്പറേറ്റീവ് ആയിരിക്കും. ഒരു BP നോക്കാനൊന്നും സമ്മതിച്ചാൽ അവർ പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 വിസിറ്റിൽ നമ്മളോട് ഒരു പരിചയം ആകുന്നിടം വരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുമല്ല അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കഫ് ഒക്കെ വേണം, ആ BP അപ്പാരറ്റസ്. അത് അപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലപ്പോഴും BP വിട്ടുപോകും നോക്കാൻ. പക്ഷേ വളരെ ശ്രദ്ധിച്ച് ഇത് നോക്കുക തന്നെ വേണം. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു, യൂറിനറി ഇൻഫെക്ഷൻ കുട്ടികളിൽ അതിൻ്റെ പലപ്പോഴും ഈ അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി അല്ലെങ്കിൽ ഒരു ചെറിയ പനി പോലും യൂറിനറി ഇൻഫെക്ഷനാണ്. ചിലപ്പോൾ ഓവർ ഡയഗ്നോസ് ചെയ്യപ്പെടും, മിക്കപ്പോഴും അണ്ടർ ഡയഗ്നോസ് കണ്ടുപിടിക്കാനും വിട്ടുപോകും. പ്രത്യേകിച്ച് മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞിൽ പനി കണ്ടാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. യൂറിനറി ഇൻഫെക്ഷനും അതുകൊണ്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടാകാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം, തീർച്ചയായിട്ടും. എസ്പെഷ്യലി വളരെ ചെറിയ ശിശുക്കളിൽ അടിക്കടി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നിയിൽ പാടുകൾ സൃഷ്ടിക്കാം, റീനൽ സ്കാർസ്. അപ്പോൾ ആ പാടുകളിൽ നിന്ന് പ്രോഗ്രസീവായിട്ട് പിന്നെ ഫർദർ ഡാമേജ് വന്നിട്ട് കിഡ്നി ഫെയിലിയറിലേക്ക് പോകാം. റിഫ്ലക്സ് നെഫ്രോപ്പതി, അങ്ങനെ പല സിറ്റുവേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഈ രണ്ട് കാര്യങ്ങളും നേരത്തെ തന്നെ കണ്ടെത്തണം. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് കൺട്രോളിൽ നിർത്തുക തന്നെ വേണം. ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പീഡിയാട്രിക് നെഫ്രോളജിയെക്കുറിച്ചും അതിൻ്റെ വിശദ വിവരങ്ങളും ഡോക്ടർ ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഡോക്ടർ.